السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് قال رسول الله صلى الله عليه وسلم إن الله يحب إذا عمل أحدكم عملا أن يتقنه. റവാഹു ത്വബ്രാനി. ഇമാം ത്വബ്രാനി ഉദ്ധരിച്ച ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നു, ഇദാ അമില അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ, അമില അഹദുക്കും അമലൻ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, അൻ യുത്ഖിനഹു, അത് പെർഫെക്റ്റായിട്ട് പരിപൂർണമായി കുറ്റമറ്റ നിലയിൽ ചെയ്യുന്നത് ആണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിപൂർണതയിലായിരിക്കണമെന്നാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് സാരം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ മയ്യത്ത് ഖബറടക്കുന്ന ഇടത്ത് ഉണ്ട്. അങ്ങനെ സഹാബികൾ അവിടെ കൂടിയിട്ടുണ്ട്. പ്രവാചകനും അവിടെ സന്നിഹിതനായി. ആ സംഭവത്തിന് അതിന് സാക്ഷിയായ ആസിം ഇബ്നു കുലൈബ് എന്ന സഹാബി ഈ സംഭവം വിവരിക്കുന്നതാണ്. തൻ്റെ അനുഭവം വ്യക്തമാക്കുകയാണ്. എൻ്റെ പിതാവിനോടൊപ്പമാണ് ഞാൻ ഖബറടക്കത്തിൽ പങ്കെടുത്തത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു. പക്ഷേ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഖബറിലേക്ക് മയ്യത്ത് ഇറങ്ങുന്നില്ല. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബറിൻ്റെ വശങ്ങൾ ശരിപ്പെടുത്തൂ എന്ന്. പലരും അത് സുന്നത്താണെന്ന് ധരിച്ചു. അപ്പോൾ അങ്ങനെ ശരിയാക്കിയാൽ എന്തോ ഗുണം മയ്യത്തിനുണ്ട് എന്നുള്ള നിലയിലായി പ്രതികരണങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തു, ഖബറിൻ്റെ വശങ്ങൾ ശരിപ്പെടുത്തിയത് കൊണ്ട് മയ്യത്തിന് പ്രയോജനമൊന്നുമില്ല, ഇല്ലെങ്കിൽ അതിനൊരു പ്രയാസവുമില്ല. പക്ഷേ ഒരു പ്രവൃത്തി ഇത്ഖാനോടുകൂടി പൂർത്തിയാക്കുന്നതാണ്, തികവോടെ മികവോടെ കുറ്റമറ്റ നിലയിൽ പെർഫെക്റ്റായി പൂർത്തിയാക്കുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പരിപൂർണതയെക്കുറിച്ച് എത്രമേൽ ലളിതവും മനോഹരവുമായിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരെ പഠിപ്പിക്കുന്നത്. ഖബറടക്കുന്ന മയ്യത്തുമായല്ല, ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസിയുമായാണ് ആ പ്രവൃത്തിക്ക്, ആ പഠിപ്പിച്ച പ്രവൃത്തിക്ക് ബന്ധമെന്ന് നബി ഉണർത്തുകയാണ്. ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യവും പൂർണ്ണവും സൂക്ഷ്മവുമായി നിർവഹിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ മുഖമുദ്രയും അവൻ്റെ മഹിമയും ആണ്. സാധാരണ നമ്മൾ പറയാറില്ല, തികവിലാണ് മികവ് എന്ന്. ഒരു മുസ്ലിം തികവിൽ മത്സരിക്കുമ്പോഴാണ് മികവിൽ മുമ്പനാവുക. നിർബന്ധ ബാധ്യതകളും സന്നദ്ധ സേവനങ്ങളും ഉൾപ്പെടെ ഒരു മുസ്ലിമിൻ്റെ ഏത് പ്രവൃത്തിയും പൂർണ്ണത കൊണ്ട് ഉത്കൃഷ്ടമായിരിക്കേണ്ടതുണ്ട്. ഏൽപ്പിക്കപ്പെടുന്നതും സ്വയം ഏറ്റെടുക്കുന്നതുമായ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളും ഭംഗിയായും വൃത്തിയായും സമയനിഷ്ഠയോടെ സമയബന്ധിതമായും ചെയ്തു തീർക്കുന്നതിൽ സത്യവിശ്വാസി അതീവ ശ്രദ്ധയുള്ളവനായിരിക്കണം. ആരാധനകളിൽ മാത്രമല്ല, കൂലി പറ്റുന്ന തൊഴിലാളിയായിരുന്നാലും അവൻ്റെ തൊഴിലിലും, പ്രതിഫലം വാങ്ങാത്ത സേവനങ്ങളാണെങ്കിൽ അതിലും ഇത് അനിവാര്യമാണ്. എങ്ങനെയെങ്കിലും ആകട്ടെ ഒരു പ്രവൃത്തി അത് ചെയ്തു തീർക്കുക എന്നുള്ളത് ആ ഒരു ചിന്ത വിശ്വാസിയിൽ നിന്നുണ്ടായിക്കൂടാ. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പലരിൽ നിന്നും വാക്ക് പറഞ്ഞ് ഏറ്റെടുക്കുന്ന കാര്യം അത് പൂർണ്ണതയോടുകൂടി ചെയ്യാതെ തോന്നിയ പോലെ ചെയ്തു വെച്ചു പോയിട്ട് ആരാണോ ഏൽപ്പിക്കുന്നത് അവന് മനപ്രയാസവും ബുദ്ധിമുട്ടും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കി വെക്കുന്നത് ഈ ഹദീസിൻ്റെയൊക്കെ വെളിച്ചത്തിൽ
ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പലർക്കും വേണ്ടി തൊഴിൽ ചെയ്യുന്നവരും പലരുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നവരും പലർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ നമ്മളത് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ കൂലി, അതിൻ്റെ പ്രതിഫലം അത് ഒട്ടും കുറയാതെ ചോദിച്ചോ ചിലപ്പോൾ അമിതമായോ വാങ്ങി, ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യാതെ, അതിനുപയോഗിക്കേണ്ട സാധനങ്ങൾ കുറ്റമറ്റതാകാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് അങ്ങോട്ട് തടി ഊരുന്ന സ്വഭാവം വിശ്വാസി സമൂഹത്തിലും കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് കാരണമാകുന്ന സൽഗുണമാണ് ഈ ഇത്ഖാൻ, കുറ്റമറ്റ നിലയിൽ പരിപൂർണതയോടെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത്. അള്ളാഹു തന്നെ അള്ളാഹുല്ലദീ അത്ഖന കുല്ല ഷൈഇൻ എന്നാണ്. അള്ളാഹു എന്തിനെ സൃഷ്ടിച്ചോ അതിനൊക്കെ ഇത്ഖാനോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഇത്ഖാനോടുകൂടി സൃഷ്ടിച്ച അള്ളാഹുവിന് ഇത്ഖാൻ ചെയ്യുന്നവരെ ആയിരിക്കും ഇഷ്ടം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. സത്യവിശ്വാസിയുടെ വലിയ ജീവിതത്തിലെ അഭിലാഷമാണ് പടച്ചവൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുക എന്നത്. അതിന് ലഭിക്കുന്ന ഒരു വഴിയും നിസ്സാരമായി കാണരുത്. പ്രപഞ്ചാധിപനായ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഇത്ഖാൻ വഴി ലഭിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര ഉയർന്ന തലമാണ് അതിനുള്ളത് എന്ന് നാം ചിന്തിച്ചു നോക്കുക. ഭദ്രത, നിപുണത, പൂർണ്ണത എന്നൊക്കെയാണ് ഇത്ഖാൻ എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം. ഒരു കാര്യം ഭംഗിയിലും കൃത്യതയിലും സമയനിഷ്ഠയിലും പൂർത്തീകരിക്കലാണ് സാങ്കേതികമായി ഇത്ഖാൻ എന്ന് പറയുന്നത്. മഹാറത്ത്, നൈപുണി, ദിഖത്ത്, സൂക്ഷ്മത തുടങ്ങിയ പദങ്ങൾ, അതുപോലെ ഇഹ്സാൻ തുടങ്ങിയ പദങ്ങൾ ഈ ആശയവുമായി ഏറെ അടുത്തു വരുന്നതാണ്. നന്മയും പൂർണ്ണതയും ചേർന്ന തികവോടെ ഇഹ്സാൻ എന്നാണ് അതിന് പറയരുത്. അത് പ്രവർത്തിക്കണമെന്നും അത്തരക്കാരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്നും സൂറത്തുൽ ബഖറയിലെ 195 വചനത്തിലൂടെ അള്ളാഹു പറയുന്നു. വാഹിസിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു എല്ലാറ്റിലും ഇഹ്സാൻ നിയമമാക്കിയിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലായിരുന്നാലും വിദ്യാലയത്തിലായിരുന്നാലും ഓഫീസിലായിരുന്നാലും അങ്ങാടിയിലായിരുന്നാലും പാടത്തും പറമ്പിലുമായിരുന്നാലും കമ്പനിയിലായിരുന്നാലും എവിടെയായിരുന്നാലും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഭംഗി വേണം, അതിൻ്റേതായ പൂർണ്ണത വേണം. അത് ഉണ്ടായേ തീരൂ എന്നുള്ളതാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യം. നാം ചെയ്യുന്ന പരലോകപ്രധാനമായ ആരാധനാ കാര്യങ്ങളിലും ഐഹികമായ കാര്യങ്ങളിലും പൂർണ്ണതയും ഭംഗിയും ഉറപ്പുവരുത്തണം. ഒതുവും നമസ്കാരവും മറ്റ് ആരാധനകളും അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചും അതിൻ്റെ അന്തസ്സത്തെയും ആത്മാവും ഉൾക്കൊണ്ട് നിർവഹിക്കണം. അപ്പോഴാണ് അവയിൽ ഇഹ്സാനും ഇത്ഖാനും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൽ അശ്രദ്ധ വന്നാൽ നമസ്കാരം തന്നെ ശരിയാവില്ല, ഉളു തന്നെ ശരിയാവില്ല, ഉളു ശരിയാകാത്ത നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇങ്ങനെ പല വിശകലനങ്ങളും വിശദീകരണങ്ങളും ഉൾക്കൊള്ളുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക വചനമാണിത്. എന്ത് ചെയ്യുന്നതും കുറ്റമറ്റ നിലയിൽ ഭംഗിയായി നന്നായി പൂർണ്ണതയോടെ ചെയ്യുന്ന ഒരു സാഹചര്യം വിശ്വാസികൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. ആ അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും നേടിയെടുക്കാൻ നമുക്കും കഴിയുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.